നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. ബിഷപ്പ് മാർ ജോസഫ് പ്ലംബാനിക്കെതിരെ രൂക്ഷ വിമർശനം നടത്തിയ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് ശക്തമായ ഭാഷയിൽ മറുപടി നൽകി തലശ്ശേരി അതിരൂപത. AKG സെന്ററിൽ നിന്ന് തീട്ടൂരം വാങ്ങിയിട്ട് മാത്രമേ മെത്രാൻമാർക്ക് പ്രതികരിക്കാൻ പാടുള്ളൂ എന്നത് ഫാസിസ്റ്റ് മുഖമാണ്. MV ഗോവിന്ദന്റേത് തരം താഴ്ന്ന പ്രസ്താവനയാണ്. ഛത്തീസ്ഗഡ് വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെട്ടതിൽ നന്ദി അറിയിച്ചത് നിലപാട് മാറ്റമല്ല, ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. അവസരവാദം എന്നത് ആപ്തവാക്യമായി സ്വീകരിച്ചത് പാർട്ടി സെക്രട്ടറി തന്നെയാണ്. സ്വന്തം സ്വഭാവ വൈകല്യത്തെ മറ്റുള്ളവരെ വിലയിരുത്താനുള്ള അളവുകോലായി കാണരുത്. ഏതെങ്കിലും പ്രസ്താവനയിൽ ഒരാഴ്ചയെങ്കിലും ഉറച്ചു നിന്ന ചരിത്രം ഗോവിന്ദൻ മാഷിനില്ലെന്നും തലശ്ശേരി അതിരൂപത വിമർശിച്ചു. അധിക വായ്പയ്ക്ക് അനുമതി തേടി ധനമന്ത്രി KN ബാലഗോപാൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന് കത്തയച്ചു. 6000 കോടി രൂപയുടെ അധിക വായ്പയ്ക്കാണ് അനുമതി തേടിയത്. ദേശീയപാത വികസനത്തിന് ഏറ്റെടുത്ത ഭൂമിക്ക് നഷ്ടപരിഹാരം നൽകാനായി കിഫ്ബി വഴിയെടുത്ത വായ്പ സംസ്ഥാനത്തിന്റെ കടപരിധിയിൽ നിന്ന് വെട്ടിക്കുറച്ചിരുന്നു. ഈ വകയിലാണ് അധിക വായ്പ ആവശ്യം. കോതമംഗലത്തെ TTC വിദ്യാർത്ഥിനി സോനയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ആൺ സുഹൃത്ത് റമീസിന്റെ ഉപ്പയും ഉമ്മയും ഇന്ന് ചോദ്യം ചെയ്യും. ഇരുവരെയും കേസിൽ പ്രതികളാക്കാൻ സാധ്യതയുണ്ട്. ഇവർക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയേക്കും. അതേസമയം റമീസിനെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്നത് ആലോചനയിലില്ലെന്നും പോലീസ് വ്യക്തമാക്കി. റമീസിനെ ഇന്നലെ രാത്രി റിമാൻഡ് ചെയ്തു. സോനയുടെ മുഖത്ത് അടിയേറ്റതായും ചുണ്ടുകൾക്ക് പരിക്കേറ്റതായും കണ്ടെത്തിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്ന് ലഭിക്കും. മതം മാറാത്തതിന്റെ പേരിൽ കുട്ടി അവഗണന നേരിട്ട് പോയി മരിച്ചോളാൻ റമീസ് പറഞ്ഞുവെന്നും പോലീസ് വ്യക്തമാക്കി. റമീസിനായി ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും. സാറേ, ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴിയാണ്. നാട്ടിലേക്ക് പോകുന്നതിനിടെ നിങ്ങളെയൊക്കെ കാണാൻ വന്നതാ. സെൻട്രൽ ജയിലിൽ തടവ് ശിക്ഷ കഴിഞ്ഞിറങ്ങിയ മോഷ്ടാവ് യാത്ര ചോദിക്കാൻ സ്റ്റേഷനിൽ എത്തിയതിൽ അമ്പരന്ന് പോലീസ്. യാത്ര ചോദിച്ചു പോകും വഴി ബാറിൽ കയറി മദ്യപിച്ചു. റോഡരികിൽ കണ്ട ബൈക്ക് മോഷ്ടിച്ചു കടന്നു. ഒടുവിൽ പോലീസിന്റെ പിടിയിലായി വീണ്ടും ജയിലിലേക്ക്. തൃശൂരിലെ ഒല്ലൂർ മറത്താക്കര സ്വദേശി ചൂണ്ടയിൽ വീട്ടിൽ ബാബുരാജാണ് വിചിത്രമായ പണി പോലീസിന് കൊടുത്തത്. ഹോട്ടലുകളിലും മറ്റു ഭക്ഷണശാലകളിലും അന്യസംസ്ഥാനക്കാരുടെ ആധിക്യമേറിയതോടെ ശുചിത്വ മാനദണ്ഡങ്ങൾ കാറ്റിൽ പറക്കുന്നുവെന്ന ആരോപണം ശക്തമാകുന്നു. അന്യസംസ്ഥാനക്കാർ വാഴുന്ന ഭക്ഷണ വിതരണ കേന്ദ്രങ്ങൾ പൊതുജനാരോഗ്യത്തിന് ഗുരുതര ഭീഷണിയായി മാറുന്നുവെന്നാണ് ആരോപണം. നേരത്തെ ജീവനക്കാരായാണ് ഭായിമാർ വന്നതെങ്കിൽ ഇന്ന് ഹോട്ടൽ തുറന്നാണ് ഇവർ ഭക്ഷ്യ വ്യാപാര മേഖല കൈയടക്കുന്നത്. പട്ടിമറ്റത്ത് അടുത്തിടെ അസാം ഹോട്ടൽ എന്ന പേരിൽ ഭായിമാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ ഹോട്ടൽ തുറന്നിട്ടുണ്ട്. ആരോഗ്യ വകുപ്പിൽ നിന്ന് ശുചിത്വ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനുള്ള സാനിറ്റൈസേഷൻ ലൈസൻസ് പോലും ഇല്ലാതെയാണ് ഇത്തരം സ്ഥാപനങ്ങൾ തുടങ്ങുന്നത്. അന്യസംസ്ഥാനക്കാരായതിനാൽ നടപടി ഉണ്ടാകാറുമില്ല. മിക്കയിടത്തും ഹോട്ടലുകളിലും ശീതളപാനീയ വിൽപ്പന കേന്ദ്രങ്ങളിലും ലഘു ഭക്ഷണശാലകളിലും ഭായിമാരാണ് ഭക്ഷണപാനീയ നിർമ്മാണവും വിതരണവും നടത്തുന്നത്. ഓണക്കാലത്തെ തിരക്ക് കണക്കിലെടുത്ത് 46 സ്പെഷ്യൽ സർവീസുകൾ നടത്തുമെന്ന് റെയിൽവേ അറിയിച്ചു. ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ചെന്നൈ കൊല്ലം 6 സർവീസുകൾ, മംഗലാപുരം കൊച്ചുവേളി 16 സർവീസ്, മംഗലാപുരം കൊല്ലം 6 സർവീസ്, കൊച്ചുവേളി ബംഗളൂരു 18 സർവീസുകൾ എന്നിങ്ങനെയാണ് 46 സർവീസുകൾ. ഹൈദരാബാദ്, മുംബൈ, ഡൽഹി നഗരങ്ങളിലേക്കും ഓണത്തിന് സ്പെഷ്യൽ സർവീസുകൾ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തമിഴ്നാട് വാൽപ്പാറയിൽ പുലിയുടെ ആക്രമണത്തിൽ 8 വയസ്സുകാരൻ അതിദാരുണമായി കൊല്ലപ്പെട്ടു. അസം സ്വദേശി സറാഫത്ത് അലിയുടെ മകൻ നൂർജിൽ ഹക്കാണ് മരിച്ചത്. കേരള അതിർത്തിയിൽ നിന്ന് 30 കിലോമീറ്റർ അകലെ കവരക്കല്ല് വേവർലി എസ്റ്റേറ്റിൽ ഇന്നലെ വൈകിട്ട് 6:45 സംഭവം. തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള സമയം ഇന്ന് അവസാനിക്കും. ജൂലൈ 23 പുറത്തിറക്കിയ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഇന്നലെ വരെ 27 ലക്ഷം അപേക്ഷകളാണ് ലഭിച്ചത്. ഇതുൾപ്പെടെ ആകെ 32 ലക്ഷം അപേക്ഷകളും പരാതികളുമാണ് ഇലക്ഷൻ കമ്മീഷനിൽ ലഭിച്ചത്. ഓഗസ്റ്റ് 30-നാണ് അന്തിമ വോട്ടർ പട്ടിക പുറത്തിറങ്ങുക. ഓപ്പറേഷൻ സിന്ദൂറിനിടെ ഉണ്ടായ വൻ നാശനഷ്ടങ്ങളുടെ ആഘാതത്തിൽ പാകിസ്ഥാൻ ഇസ്ലാമാബാദിലെ ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥരെ ഉപദ്രവിക്കാൻ തുടങ്ങി. അവരുടെ വീടുകളിലും നഗരത്തിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിലും പത്രവിതരണം നിർത്തിവെച്ചതായി ഔദ്യോഗിക വൃത്തങ്ങൾ തിങ്കളാഴ്ച അറിയിച്ചു. വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് ന്യൂഡൽഹിയിൽ നിലയുറപ്പിച്ച പാകിസ്ഥാൻ നയതന്ത്രജ്ഞർക്ക് ഇന്ത്യ പത്രവിതരണം നിർത്തിവെച്ചു. ഇന്ത്യൻ നയതന്ത്ര വസതികളിലും ഓഫീസുകളിലും അനധികൃതമായി കടന്നുകയറ്റം നടത്തിയതായി റിപ്പോർട്ടുകൾ ഉള്ളതിനാൽ പാകിസ്ഥാൻ അധികൃതരുടെ ആക്രമണാത്മക നിരീക്ഷണവും പാകിസ്ഥാൻ നടത്തുന്ന സംഘർഷങ്ങളുടെ വർധനവിൽ ഉൾപ്പെടുന്നു. നയതന്ത്ര ജീവനക്കാരുടെ സുരക്ഷയും അന്തസ്സും ഉറപ്പു നൽകുന്ന നയതന്ത്ര ബന്ധങ്ങൾക്കായുള്ള വിയന്ന കൺവെൻഷന്റെ വ്യക്തമായ ലംഘനമായാണ് ഈ നടപടികൾ കാണപ്പെടുന്നതെന്ന് വൃത്തങ്ങൾ പറഞ്ഞു. ഡൽഹിയിൽ നിന്നും തൊട്ടടുത്തുള്ള ദേശീയ തലസ്ഥാന മേഖലയിൽ NCR നിന്നും എല്ലാ തെരുവ് നായ്ക്കളെയും നീക്കം ചെയ്യണമെന്ന സുപ്രീം കോടതിയുടെ ഉത്തരവ് മൃഗാവകാശ ഗ്രൂപ്പുകളിൽ നിന്ന് പ്രതികരണത്തിന് ഇടയാക്കിയിട്ടുണ്ട്. വലിയ തോതിലുള്ള കുടിയിറക്കം അശാസ്ത്രീയവും ഫലപ്രദവുമല്ലെന്ന് പെറ്റ മുന്നറിയിപ്പ് നൽകി.
മാഗ്നസ് കാൾസൺ അജയനല്ലെന്നും അദ്ദേഹത്തെ നമുക്ക് തോൽപ്പിക്കാനാകുമെന്നും ഇന്ത്യൻ ചെസ് പ്രതിഭ പ്രജ്ഞാനന്ദ 20ാം പിറന്നാൾ ദിനത്തോടനുബന്ധിച്ച് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രജ്ഞാനന്ദ ഇക്കാര്യം പറഞ്ഞത്. ഒരിക്കൽ തോൽപ്പിക്കുന്നത് വരെ നമുക്ക് അദ്ദേഹം വലിയ കളിക്കാരനായി തോന്നും, പക്ഷെ ഒരിക്കൽ തോൽപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ചറിയും അയാളെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് പ്രജ്ഞാനന്ദ പറഞ്ഞു. 2022 പ്രജ്ഞാനന്ദ മാഗ്നസ് കാൾസനെ ആദ്യമായി തോൽപ്പിച്ചത്. അതും തന്റെ 16ാം വയസ്സിൽ ഒരു ഓൺലൈൻ ചെസ് ഗെയിമിലാണ് തോൽപ്പിച്ചത്. 2024 നോർവേ ചെസ്സിൽ ആദ്യമായി പ്രജ്ഞാനന്ദ ക്ലാസിക്കൽ ഗെയിമിൽ ആദ്യമായി മാഗ്നസ് കാൾസനെ തോൽപ്പിച്ചു. 2025 ലാസ് വെഗാസിൽ നടന്ന ഫ്രീ സ്റ്റൈൽ ചെസ്സിൽ പ്രജ്ഞാനന്ദ 2 തവണ തുടർച്ചയായി മാഗ്നസ് കാൾസനെ തോൽപ്പിച്ചു. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന US തീരുവ 90 ദിവസത്തേക്ക് കൂടി വീണ്ടും ഏർപ്പെടുത്തുന്നത് വൈകിപ്പിക്കുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചതായി വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. നിലവിലുള്ള താൽക്കാലിക വിരാമം അവസാനിക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് ഉത്തരവ് ഒപ്പിട്ടത്. നവംബർ പകുതി വരെ സമയപരിധി നീട്ടി. പിന്നാലെ US ഉൽപ്പന്നങ്ങൾക്കുള്ള അധിക തീരുവ 90 ദിവസത്തേക്ക് കൂടി നിർത്തിവെക്കുമെന്ന് ചൈനീസ് വാണിജ്യ മന്ത്രാലയവും ചൊവ്വാഴ്ച അറിയിച്ചു. ജർമ്മൻ വംശജനായ റോളക്സിന്റെ സ്ഥാപകനായ ഹാൻസ് വിൽസ്ഡോൾഫി ശക്തമായ നാസി അനുഭാവം പുലർത്തിയിരുന്നതായും 2ാം ലോക മഹായുദ്ധ സമയത്ത് ചാരനായി പ്രവർത്തിച്ചിരുന്നതായും M15 ഒരിക്കൽ സംശയിച്ചിരുന്നതായി ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ ഫയലുകൾ വെളിപ്പെടുത്തിയതായി ദ ടെലിഗ്രാഫ് റിപ്പോർട്ട് ചെയ്തു. UK നാഷണൽ ആർക്കൈവിൽ സൂക്ഷിച്ചിരിക്കുന്ന ഈ രേഖകൾ 1941 മുതൽ 43 വരെയുള്ളതാണ്. അവയിൽ പലതും യുദ്ധകാല M15 കോഡ് ബോക്സ് 500 ആണ്. അവർ വിൽസ്ഡോഫിനെ ഏറ്റവും എതിർക്കപ്പെടേണ്ടവൻ എന്ന് വിശേഷിപ്പിക്കുകയും അഡോൾഫ് ഹിറ്റ്ലറുടെ ഭരണകൂടത്തിനു വേണ്ടി പ്രചാരണം നടത്താൻ അദ്ദേഹം തന്റെ സ്ഥാനം ഉപയോഗിച്ചിരിക്കാമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു. തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് മൊണ്ടാനയിലെ കാലിസ്പെൽ സിറ്റി വിമാനത്താവളത്തിൽ ഒരു ചെറിയ വിമാനം റൺവേയിലേക്ക് അടുക്കുന്നതിനിടെ തീപിടിച്ച് ടാക്സിവേയിൽ നിർത്തിയിട്ടിരുന്ന 2ാമത്തെ വിമാനത്തിൽ ഇടിച്ചു. സംഭവത്തെ തുടർന്ന് വലിയൊരു തീഗോളവും പ്രദേശമാകെ കാണാവുന്ന കട്ടിയുള്ള കറുത്ത പുകയും ഉണ്ടായി. അപകടത്തിൽ നിസാര പരിക്കുകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. കത്തുന്ന വിമാനത്തിലുണ്ടായിരുന്ന 4 പേരിൽ 2 പേർക്ക് വൈദ്യചികിത്സ ലഭിച്ചു. കൂട്ടിയിടിയുടെ സമയത്ത് 2ാമത്തെ വിമാനത്തിനുള്ളിൽ ആരും ഉണ്ടായിരുന്നില്ല എന്ന് കാലിസ്പെൽ ഫയർ ചീഫ് ജെയ് ഹേഗൻ സ്ഥിരീകരിച്ചു. അപകടത്തിന് തൊട്ടുമുമ്പ് ആദ്യത്തെ വിമാനം പൊട്ടിത്തെറിച്ചുവെന്നും തീ പെട്ടെന്ന് റൺവേയുടെ ഉൾഭാഗത്തേക്ക് പടർന്നുവെന്നുമാണ് റിപ്പോർട്ടുകൾ. വിമാനം ഒരു ഭീമാകാരമായ അഗ്നിഗോളമായി പൊട്ടിത്തെറിക്കുകയും മൊണ്ടാന ആകാശത്തേക്ക് ഉയരുകയും ചെയ്തു. ഇതിന്റെ വീഡിയോ വൈറലാണ്. ഇന്റലിജൻസ് ചീഫ് എക്സിക്യൂട്ടീവ് ലിപ് ബൂറ്റാനുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രാജിവെക്കണമെന്ന് പരസ്യമായി ആവശ്യപ്പെട്ട് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം കൂടിക്കാഴ്ച നടത്തി. തിങ്കളാഴ്ചയാണ് കൂടിക്കാഴ്ച നടന്നത്. വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലുഡ്നിക്, ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെൻസെന്റ് എന്നിവരും പങ്കെടുത്തു. ട്രൂത്ത് സോഷ്യലിൽ പോസ്റ്റ് ചെയ്ത ട്രംപ് ചർച്ചയെ വളരെ രസകരമെന്ന് വിശേഷിപ്പിക്കുകയും ടാനിന്റെ കരിയർ യാത്രയെ പ്രശംസിക്കുകയും ചെയ്തു. റഷ്യ ഉക്രൈൻ സംഘർഷത്തെക്കുറിച്ചും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണത്തെക്കുറിച്ചും ഉക്രൈൻ പ്രസിഡന്റ് വോൾഡിമിർ സെലൻസ്കി തിങ്കളാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ടെലിഫോണിൽ ചർച്ച നടത്തി. റഷ്യയും US-ഉം സമാധാന ശ്രമങ്ങൾ നടത്തുന്നതുമായുള്ള സംഘർഷത്തിനിടയിൽ പ്രധാനമന്ത്രി മോദിയെ വിളിച്ച സെലൻസ്കി മേഖലയിൽ ഇന്ത്യയുടെ വളർന്നുവരുന്ന നയതന്ത്ര ശ്രമങ്ങളെയും സംഘർഷത്തിന് സമാധാനപരമായ പരിഹാരം കണ്ടെത്താനുള്ള പ്രതിബദ്ധതയെക്കുറിച്ചും വിശദീകരിച്ചു. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.